അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ ഇന്നലെ നടന്ന വോട്ടെണ്ണലിന് ശേഷം തൊട്ട് പിറ്റേ ദിവസമാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ, സർക്കാർ രൂപീകരണ, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള മരം പെയ്യലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റപ്പെടുത്തലുകൾ, ക്യാമ്പുകൾക്കുള്ളിൽ നിന്നുയരുന്ന അതൃപ്തിയുടെ സ്വരങ്ങളൊക്കെ സജീവമാക്കുന്ന ഒരു രാഷ്ട്രീയ ദിവസമാണ് കരുത്തോടെ ജനാധിപത്യം. സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകളുമായി NDA ഇന്ന് വൈകിട്ട് കക്ഷി നേതാക്കൾ നിർണായക യോഗം ചേരും. JDUവും TDPയും പിന്തുണ അറിയിച്ച് രാഷ്ട്രപതിക്ക് കത്തു നൽകും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഇനിയും ഒഴിയുന്നില്ല. NDAയും ഇന്ത്യ മുന്നണിയും എല്ലാ സാധ്യതകളും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ സുപ്രധാന വകുപ്പുകളിലും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന BJPയുടെ മുതിർന്ന നേതാക്കളുടെ യോഗം വേഗത്തിൽ സത്യപ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു. താനും തന്റെ പാർട്ടിയും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് വ്യക്തമാക്കി. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything will report to you. Thank you. നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലെത്തിയത് ഇതിനിടെ രാഷ്ട്രീയ കൗതുകമായി. താൻ ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കാൻ അഭ്യർത്ഥിച്ചു എന്ന വാർത്ത ശരത് പവാർ തള്ളി. വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യ മുന്നണി യോഗം. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുന്ന കോൺഗ്രസും ഘടകകക്ഷികളും തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. അതേസമയം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി ഇന്ത്യ സഖ്യവും BJP വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കി. സമയമാകുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും തേജസ്വി പറയുകയാണ്. आज का दर्जा मिले और जो आरक्षण की सीमाएं जब महागठबंधन सरकार थी बिहार में जो 75% बढ़ाया उसको शेड्यूल लाइन में डाला जाएगा. और हम लोग जो देश ने मेरा देश महान है और देश की जनता ने मोदी जी को हराया है, तो हम उनको देशवासियों को धन्यवाद देते हैं. और तानाशाही के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है. तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में, उसके बाद देखते हैं क्या निर्णय होता है. आज का दर्जा मिले और जो आरक्षण की सीमाएं. നാഷണൽ ഡെസ്കിൽ നിന്ന് B. ദിലീപ് കുമാർ ചേരുകയാണ്. ദിലീപ്, ഇവിടെ TDP JDU ഒക്കെ ആവശ്യപ്പെടുന്നത് സ്പീക്കർ പദവിയുടെ വടംവലിക്ക് അപ്പുറം, കൂടുതൽ മന്ത്രിമാർക്കൊക്കെ അപ്പുറം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നൊക്കെയുള്ള അവകാശവാദമാണ്. അവർക്ക് പ്രത്യേക പദവിയെങ്കിൽ ബീഹാറിനും വേണം പ്രത്യേക പദവി. അത് കൂടുതൽ സംസ്ഥാനങ്ങളുടെ പക്ഷേ ഉന്നയിച്ചേക്കും. എളുപ്പമല്ല ഈ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുക എളുപ്പമല്ല. തേജസ്വി പറയുന്നതിൽ ഇപ്പോഴും ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്ന അർത്ഥമുണ്ടോ ദിലീപ്? ഹാഷ്മി, BJPയെ സംബന്ധിച്ച് ഇത്തരമൊരു സർക്കാർ രൂപീകരണം എന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ സുരക്ഷിതമായ ഭൂരിപക്ഷം, NDAയ്ക്ക് 400-ലധികം സീറ്റുകൾ എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് BJP ഉയർത്തിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി എല്ലാം മാറിമറിഞ്ഞിരിക്കുകയാണ്. NDA എന്നത് കഴിഞ്ഞ 10 വർഷക്കാലം 2014 മുതൽ ഇതുവരെ NDA എന്ന നിലയിൽ ഒരു മുന്നണി എന്ന നിലയിലുണ്ടെങ്കിലും അതൊരു സംവിധാനം എന്ന നിലയിലോ അല്ലെങ്കിൽ നയരൂപീകരണ കാര്യങ്ങളിലോ ഒന്നും NDA എന്ന തരത്തിലുള്ള ചർച്ചയോ മറ്റ് നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം BJP തീരുമാനിക്കും, BJP നടപ്പാക്കുമെന്നതായിരുന്നു. ഇതിനിടയിൽ തന്നെ പല സഖ്യകക്ഷികളും NDAയുടെ തുടക്കകാലം മുതൽ സഖ്യകക്ഷികളായിരുന്ന ശിരോമണി അകാലിദൾ, ശിവസേന തുടങ്ങിയ പാർട്ടികളൊക്കെ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി. ഏറ്റവും ഒടുവിലായി AIADMKയും ഈ NDAയിൽ നിന്ന് വിട്ടുപോയി. പകരം പക്ഷേ ചില പുതിയ പങ്കാളികൾ, തെലുങ്കുദേശം വന്നു, തിപ്രമോദ വന്നു, ഇങ്ങനെ ചില പുതിയ പാർട്ടികൾ NDAയിലേക്ക് രംഗപ്രവേശം ചെയ്തെങ്കിലും NDA എന്ന നിലയിൽ ഇപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം അതിനെ ഒന്ന് സജീവമാക്കി നിർത്തുന്നതിനും NDAയുടെ അതിനൊരു കൺവീനർ വേണം, അതിൻ്റെ ഒരു ഘടനകൾ മാറണം, അതിനൊരു കൂട്ടായ സംവിധാനം വേണം എന്ന നിലയിലേക്കൊക്കെ
ഇപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം മാറുന്നത്. പക്ഷേ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. BJP കേന്ദ്ര നേതൃത്വത്തെ ഈ നിതീഷ് കുമാറിൻ്റെ നിലപാട് തെല്ലൊന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് വൈകിട്ടുള്ള NDA യോഗത്തിന്, വൈകിട്ട് 4 മണിക്കാണ് NDA യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നിതീഷ് കുമാർ എത്തിയതെങ്കിലും അദ്ദേഹം ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നലെ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയെങ്കിലും ഈ സമ്രാട് ചൗധരിയെ കാണാൻ നിതീഷ് കുമാർ കൂട്ടാക്കിയിരുന്നില്ല. അല്പം മുമ്പ് തേജസ്വി യാദവ് RJD നേതാവ് അദ്ദേഹവും നിതീഷ് കുമാറും ഒരേ വിമാനത്തിലാണ് പട്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയത്. അദ്ദേഹം പറഞ്ഞത്, തേജസ്വി യാദവ് പറഞ്ഞത്, ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കും എന്നാണ്. അത് എങ്ങനെയായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കരുനീക്കങ്ങൾ നടക്കുമ്പോൾ ദിലീപ് കുമാർ നോക്കൂ, അവിടെ വാരണാസിയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി അജയ് റായിയോട് 3 മണിക്കൂർ പിന്നിൽ നിൽക്കുന്നു. അതിനുശേഷം 5 ലക്ഷം എന്ന ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് കുത്തനെ ഇടിയെന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതേസമയം രാഹുൽ ഗാന്ധി റായ്ബറയിലാവട്ടെ വയനാട്ടിലാവട്ടെ കുത്തനെ ഭൂരിപക്ഷം ഉയർത്തുന്ന കാഴ്ച കാണുന്നു. അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുന്ന കാഴ്ച കാണുന്നു. അവിടെ ഫൈസാബാദിൽ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയം ചർച്ചയായ ഫൈസാബാദിൽ തോൽക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഒരുപാട് ചന്ദ്രശേഖർ ആസാദ്, മഹുവ മൊയ്ത്ര ഒക്കെ ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഒരുപാട് സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് BJPയുടെ RSSന്റെ ഒക്കെ അകത്തെ ചർച്ചകൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ദിലീപ്? ഹഷ്മി, BJPക്കകത്ത് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര ചർച്ചകൾ, വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലായിരുന്നു ഈ പ്രചരണങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംസ്ഥാന ഘടകങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെയും ഒന്നും അഭിപ്രായം കേൾക്കാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയോ തയ്യാറായിരുന്നില്ല. പകരം എല്ലാം ഈ 3 പേരിലേക്ക് കേന്ദ്രീകരിക്കുകയും സംസ്ഥാന ഘടകങ്ങളുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം അവഗണിച്ചുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്നെത്തിയ നേതാക്കൾക്കടക്കം അവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മോദി മാജിക്കിൽ, ഒരു മോദി തരംഗത്തിൽ സുഖമായി ഇവർ ജയിച്ചു പോകും എന്ന നിലപാടാണ് BJP കേന്ദ്ര നേതൃത്വം അവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനൊരു വലിയ തിരിച്ചടിയായി. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലടക്കം നേരത്തെ RSS വോളണ്ടിയർമാർ വളരെ സജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. ഇപ്പോൾ അവരുടേത് ഒരു തണുത്ത സമീപനമായിരുന്നു. മാത്രമല്ല മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെയൊക്കെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന നിലയിലുള്ള ചർച്ചകളും BJPക്കകത്തും RSSനകത്തുമൊക്കെ ഉയർന്നിരിക്കുകയാണ്. നേരത്തെ ഹഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിലെ തോൽവി BJP കേന്ദ്ര നേതൃത്വത്തെ വലിയ തോതിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന ലല്ലു സിംഗ് ആണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയോട് തോറ്റത്. അവിടെ അങ്ങനെ തോൽക്കാൻ കാരണമായി ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ, ഇതിനകം തന്നെ ചില മാധ്യമങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ പറയുന്നത്, ഇവിടെ ഈ രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ചത് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, ഈ മണ്ഡലത്തിലകത്തുള്ളവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി ഇവിടെ BJP ഒന്നും ചെയ്തില്ല എന്ന അഭിപ്രായമാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ, ഫൈസാബാദിലെ ജനങ്ങൾ പറയുന്നത്. അങ്ങനെ BJP കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ വാരണാസിയിൽ വിയർത്ത് കയറുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്നലെ ഈ വോട്ടെണ്ണൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ BJP കേന്ദ്ര നേതൃത്വം ഇനി ഇക്കാര്യത്തിൽ, അതോടൊപ്പം തന്നെ RSSും ഇനി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുനർചിന്തനം നടത്തിയേക്കും. മാത്രമല്ല BJP മുന്നോട്ട് വെച്ചിട്ടുള്ള പല നയങ്ങളും ഇനിയിപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞിരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കൽ, ഇതൊക്കെ ഇനി ഏതായാലും അത്ര എളുപ്പം നടക്കുമെന്ന് കരുതുന്നില്ല. കാരണം പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തെലുഗുദേശവും ജനതാദൾ യുണൈറ്റഡും ഒക്കെ ഇതിനെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ നയങ്ങൾ നേരത്തെയുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തേതുപോലെ അത്ര വേഗത്തിൽ നടത്തുക എന്നത് വളരെ പ്രയാസമായിരിക്കും മോദിയുടെ 3ാം ഊഴത്തിൽ. ഹാഷ്മി, ഓക്കെ. ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ, നാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ നല്ലതാണ്, പക്ഷേ അയോധ്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് രാമക്ഷേത്രം മാത്രമല്ല, കയറിക്കിടക്കാൻ വീടാണ്, കഴിക്കാൻ റൊട്ടിയാണ് എന്നൊക്കെ പറയുന്ന ജീവൽ പ്രശ്നങ്ങളുടെ ഒരു വോട്ട് കൂടിയാണെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയാൽ നന്ന്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന പ്രതികരണത്തിലേക്ക്. കേരളത്തിൽ LDFന് പ്രതീക്ഷ വിജയം നേടാനായില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനവിധി അംഗീകരിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തും. തൃശ്ശൂരിൽ BJP നേടിയ വിജയം ഗൗരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നു. ഷഫീദ് റാവത്തർ വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, MV ശ്രേയാംസ് കുമാർ ഘടകകക്ഷി നേതാവ് അല്പസമയം മുമ്പ് പറയുകയാണ്,
ഇല്ലാത്ത കള്ളക്കേസുകൾ അടക്കം എടുത്ത കാര്യമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചാവണം പോലീസ് ജനത്തെ അകറ്റി, ആഭ്യന്തര വകുപ്പ് ജനത്തെ അകറ്റി എന്ന് പറയാതെ പറയുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? അല്ലെങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ് എന്നെന്തെങ്കിലും സൂചന ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? ഷഫീദ്, ഹാഷ്മി, ഫേസ്ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർക്കാരിനെതിരെ ചില സംഘടിത കുപ്രചാരണങ്ങൾ നടക്കുന്നു, അതിനടക്കം പ്രതിരോധിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരൊറ്റ സീറ്റിലേക്ക് LDF ഒതുങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ ആദ്യ പ്രതികരണമാണിത്. ആ പ്രതികരണത്തിൽ പറയുന്നത് ജനാധിപത്യം അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മാത്രമല്ല, മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെയും നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി. മാത്രവുമല്ല, വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന വ്യാമോഹം ഇന്ത്യൻ ജനത തകർത്തു. അതൊരു ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രതികരണമായി കണക്കാക്കാം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. 2019 സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതേസമയം ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. അതേസമയം തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്ന തൃശൂർ മണ്ഡലത്തിൽ BJP നേടിയ വിജയം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നാട്ടിൽ BJP ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണബോധത്തോടെ പ്രവർത്തിച്ചും LDF മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൽ BJPക്കെതിരെ വോട്ട് ചെയ്ത രാജ്യത്താകെയുള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ അഭിവാദ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ BJP താമര വിരിച്ചിരിക്കുന്നു, അക്കൗണ്ട് തുറന്നിരിക്കുന്നു. മറ്റ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏത് വിധത്തിലുള്ള വോട്ട് ചോർച്ച, ഏതൊക്കെ രീതിയിൽ പാർട്ടിക്ക് അടിപറ്റി തിരുത്തലുണ്ടാകുമോ, പാർട്ടിയിലും സർക്കാരിനും തിരുത്തലുണ്ടാകുമോ, അതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വാർത്താക്കുറിപ്പിലില്ല. ഷഫീദ് റാവുത്തറാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന് എന്താണ് തിരുത്താനുള്ളതെന്ന് ചോദിക്കുന്നു കെ സുധാകരൻ. ചൂട്ടുകറ്റ പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ ബാക്കിയില്ല, ഇനി എന്ത് തിരുത്താനാണ് എന്ന് ചോദിക്കുന്നു കെ സുധാകരൻ. തൃശ്ശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ. അവിടെ K മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യം. തൃശ്ശൂരിൽ BJP ജയിച്ചത് CPM BJP ഡീലിലാണ് എന്നൊക്കെ ആരോപിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ അത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പുതിയ ചർച്ചകൾക്കും തുടക്കമുണ്ട്. ഇന്നലെ ഒരു ദിവസത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അത് സംസ്ഥാന തലത്തിലാവട്ടെ കേന്ദ്ര തലത്തിലാവട്ടെ. ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് BJPയെ തടയാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് യോഗത്തിന്റെ അജണ്ട. നിതീഷ് കുമാറിനെ NDAയിൽ നിന്ന് തിരിച്ചെത്തിക്കാനുള്ള ചെറുപാർട്ടികളുടെ കൂടെ കൂട്ടാനും തന്ത്രങ്ങൾ മെനയും. മുന്നണി കൺവീനറായി ശരത് പവാറിനെ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് സൂചന. ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് 6 മണിക്കാണ് യോഗം. BJP സർക്കാർ രൂപീകരിക്കുന്നത് തടയാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് ആദ്യ ലക്ഷ്യം. NDAയിലെ 2-3 സ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ നേതാക്കളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരെ ഫലസൂചനകൾ വ്യക്തമായ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. NDAയ്ക്കൊപ്പമെന്ന നിലപാട് ഇരുവരും വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഉടൻ അത്തരം ഒരു നീക്കം വേണ്ടെന്ന നിലപാടും മുന്നണിയിലുണ്ട്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന നേതാക്കളെല്ലാം യോഗം ചേരുന്നുണ്ട്. അവിടെ വെച്ച് ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ പരസ്പര ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് തീരുമാനം. Well, we don't expect any such morality from them. So there's no need to expect anything from them. It's up to them what they do. But the fact remains that Mr. Modi will head a government if he heads. TDP, JDU എന്നീ പാർട്ടികളെ കൂടെ ചേർത്താലും 234 സീറ്റുകളുള്ള ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ 10 സീറ്റുകളുടെ കുറവുണ്ട്. മറ്റ് ചെറുപാർട്ടികളെയും സ്വതന്ത്രരെയും കൂടെ ചേർത്ത് അനുകൂല സാഹചര്യം കാത്തിരിക്കാനാണ് മുന്നണിയിലെ ധാരണ. ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ളവരുമായി മുന്നണി നേതൃത്വം ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് മെയ്വഴക്കമില്ല എന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. നീക്കങ്ങൾ ഉടൻ ഫലം കണ്ടില്ലെങ്കിലും BJPയെ താഴെയിറക്കാൻ കഴിയുന്ന ഒരവസരവും പാഴാക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആവിഷ്കരിക്കും.
24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സമാനതകളില്ലാത്ത തിരിച്ചടി കിട്ടിയത് ഉത്തർപ്രദേശിലാണ്. ആകെയുള്ള 80 സീറ്റിൽ ഇത്തവണ ബി ജെ പി കിട്ടിയത് 33 മാത്രം. അയോധ്യ രാമക്ഷേത്രം പോലും വോട്ടിൽ പ്രതിഫലിച്ചില്ല എന്നത് ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ്. സംസ്ഥാനത്തെ അടിയൊഴുക്കിൽ ബി ജെ പി കടപുഴകി. കോൺഗ്രസിന്റെ അജയ് റായി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഘട്ടത്തിൽ വെല്ലുവിളി വരെയായി. ഉത്തർപ്രദേശിൽ ബി ജെ പി 2014 80 സീറ്റുകളിൽ 71 വിജയിച്ചു. 2019 62 സീറ്റുകളിൽ വിജയം നേടി. ആ നേട്ടപ്പട്ടികയിൽ നിന്ന് കൂപ്പുകുത്തനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണത്. ബി ജെ പിയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുന്നേറ്റം. യു പിയിൽ എന്താണ് നടന്നതെന്നതിൽ ബി ജെ പിക്ക് ഇതുവരെ ഒരെത്തും പിടിയും ലഭിച്ചിട്ടില്ല. 4 ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദി വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ചരിത്രത്തിലാദ്യമായി വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്കു പിന്നിൽ പോയി. തിരിച്ചുപിടിച്ചെങ്കിലും നേടാനായത് 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മാത്രം. അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടു. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലും ബി ജെ പി നേരിട്ടത് വൻ പരാജയം. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി ധരിച്ച പലയിടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിൽ ദുർബലമായി. യു പിയിൽ രാമക്ഷേത്രമുയർത്തി പ്രചാരണം സജീവമാക്കിയ ബി ജെ പിക്ക് അതിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല. RSSന്റെ പിന്തുണ വേണ്ടെന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ പരാമർശവും തിരിച്ചടിക്ക് കാരണമായി എന്നതും ചില രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. 2017 യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൈകോർത്ത് പ്രചാരണം നടത്തിയെങ്കിലും അന്നത് ഫലം കണ്ടില്ല. 7 വർഷങ്ങൾക്ക് ശേഷം അതേ കൂട്ടുകെട്ടിൽ യു പിയുടെ ഗതി മാറിമറിഞ്ഞു. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, ഭരണഘടന തകർക്കുന്നുവെന്നതുൾപ്പെടെയുള്ള പ്രചരണം മണ്ണിൽ പ്രതിധ്വനിച്ചു. സമാജ്വാദി, യാദവ് ഇതര OBCകളെ മത്സരിപ്പിച്ചതും ബി ജെ പിക്ക് തിരിച്ചടിയായി. മതത്തിനു പകരം ഇത്തവണ ജാതി നിർണായകമായതോടെ ബി ജെ പിക്ക് അടിതെറ്റി. സംസ്ഥാനത്ത് സമാജ്വാദി 37ലും കോൺഗ്രസ് 6 ജയിച്ചു. ബി ജെ പി നയിക്കുന്ന NDAക്ക് ലഭിച്ചത് 36 സീറ്റ്. ഇന്നലെ പാർട്ടി ആസ്ഥാനത്ത് നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത വേളയിലും ഉത്തർപ്രദേശിനെ കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ ഇരിപ്പിടം നിശ്ചയിക്കുന്ന യു പിയിലെ പരാജയം പരോക്ഷമായി ബി ജെ പി നേതാക്കളും അംഗീകരിക്കുന്നുണ്ട്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പിയിൽ RSS വീണ്ടും പിടിമുറുക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും വിധം ബി ജെ പി വളർന്നെന്ന JP നഡ്ഡ അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി കൊടിയ തിരിച്ചടി നേരിട്ടത്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശിവസേനാ ഘടകങ്ങളെ ഒന്നിപ്പിക്കാനും RSS നീക്കം തുടങ്ങി. നരേന്ദ്രമോദി പാർട്ടിയിൽ കരുത്തുകൂട്ടിയതിനൊപ്പമാണ് RSSുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയത്. ബന്ധം മോശമാണെന്ന സൂചന പലവട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തേതായിരുന്നു പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ പ്രസ്താവന. തുടക്കകാലത്ത് ബി ജെ പിക്ക് RSSന്റെ സഹായം വേണ്ടിവന്നെന്നും എന്നാൽ ഇപ്പോൾ ബി ജെ പി കരുത്തു നേടിയെന്നുമാണ് നദ്ദ പറഞ്ഞത്. പ്രസ്താവന കടുത്ത അതിർത്തി ഉണ്ടാക്കിയെങ്കിലും വിവാദമാക്കാൻ RSS നേതൃത്വം തുനിഞ്ഞില്ല. 3 വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് RSS ആഗ്രഹിച്ചത്. 1 മോദി സർക്കാരിന്റെ ഭരണ നേട്ടം, 2 രാജ്യസുരക്ഷ, 3 രാജ്യത്തിന്റെ പൈതൃകങ്ങളും സംസ്കാരങ്ങളും പുനഃസ്ഥാപിക്കുന്ന നടപടികൾ. എന്നാൽ മോദിയെ മാത്രം ചൂണ്ടിക്കാട്ടി ബി ജെ പി വോട്ട് ചോദിച്ചെന്നാണ് RSS വിലയിരുത്തൽ. പാർട്ടിക്ക് മുകളിൽ മോദി എന്ന വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന രീതി RSSന്റെ ആശയത്തോട് ഒത്തുപോകാത്തതാണ്. ബി ജെ പിയുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കാൻ ജനങ്ങൾക്കിടയിൽ RSS പ്രവർത്തകർ ബുദ്ധിമുട്ടി. വിവിധ പാർട്ടിയിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച് കൊണ്ടുവന്നവരെല്ലാം ഹിന്ദുത്വ ആശയത്തിന്റെ വക്താക്കളല്ല. എല്ലാവരും ഹിമന്ത ബിശ്വ ശർമ്മയുമല്ല. അഴിമതിക്കെതിരാണ് RSSന്റെ നയം. എന്നാൽ അഴിമതിക്കാരെ പാർട്ടിയിലെടുത്ത് വെളുപ്പിക്കുന്ന നയവും RSSന്റെ അപ്രീതിക്ക് കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം അകലെയായതിനാൽ RSS ഇനി കാര്യങ്ങളിൽ മുൻകൈയെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവസേനയിലെ ഇരു വിഭാഗങ്ങളെയും വീണ്ടും ഒരുമിപ്പിച്ച് ഒപ്പമെത്തിക്കാനാകും RSSന്റെ ആദ്യ നീക്കം. ബി ജെ പിയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യവും ഇതാണ്. ചുരുക്കത്തിൽ RSSന്റെ അമർഷത്തിനിടെ ബി ജെ പിക്കുണ്ടായ തിരിച്ചടി പല പഴയ ചിട്ടകളിലേക്കും പാർട്ടിയെ മടക്കിക്കൊണ്ടുപോകാൻ ഉതകുന്നതാണ്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി, തൃശ്ശൂരിലെ വലിയ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി കൊച്ചിയിലെത്തി. അവിടെ ഒന്ന് വലിയ ആവേശത്തോടുള്ള വരവാണ്. പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം നൽകാൻ തൃശ്ശൂരടക്കം വലിയ ഒരുക്കിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിൽ വലിയ റോഡ് ഷോ അടക്കം പദ്ധതിയിടുന്നുണ്ട്. ബി ജെ പിക്ക് അല്ലെങ്കിൽ NDAക്ക് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ലോക്സഭാ സീറ്റ് തുറന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രാധാന്യത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് മടങ്ങി വരുന്നത്. സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചതാണ്. അതിനുശേഷമുള്ള വിശദമായ പ്രതികരണങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായും സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിൽ ചില രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. LDF, UDF ക്യാമ്പുകളിൽ, CPM, കോൺഗ്രസ് ക്യാമ്പുകൾ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ അവിടുത്തെ വലിയ വിജയം എന്തായാലും കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ വീണ്ടും
സജീവ ചർച്ചയിലേക്ക്, അത് CPM-ന്റെ അടക്കം പരാജയ കാരണമായിട്ടുണ്ടോ എന്ന ചർച്ചയിലേക്കൊക്കെ സുരേഷ് ഗോപിയുടെ വിജയം എത്തിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോവുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ ഉറപ്പായും അത് സ്വാഭാവികമാണ്. വലിയ വിജയത്തിൽ ആഹ്ലാദഭരിതരായ BJP പ്രവർത്തകർ സുരേഷ് ഗോപിക്ക് അവിടെ വലിയ സ്വീകരണം ഒരുക്കുന്നു. സ്വരാജ് റൗണ്ടിൽ വലിയ റോഡ് ഷോ അടക്കം ഉയർത്തുന്നു. അപ്പോൾ എന്താണ് തൃശ്ശൂരിലെ വമ്പൻ ജയത്തിന് ശേഷമാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിയത്. ദേശീയ തലത്തിൽ ഇടതു പാർട്ടികളെ അപ്രസക്തമാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. മുൻകാലങ്ങളിൽ പല സർക്കാരുകളുടെയും രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. എന്നാൽ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുമായി ആകെ കിട്ടിയത് 8 സീറ്റാണ്. 2 പതിറ്റാണ്ട് മുൻപ് 1ാം UPA സർക്കാരിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. CPIM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു മുഖ്യ സൂത്രധാരൻ. എന്നാൽ ഒരു കേന്ദ്ര സർക്കാരിനെ വിരൽത്തുമ്പിൽ നിയന്ത്രിച്ചിരുന്ന കാലം ഇന്ന് ഇടതു പാർട്ടികളുടെ ഓർമ്മകളിൽ പോലുമില്ല. പശ്ചിമബംഗാളിൽ തകർന്നടിഞ്ഞതോടെ ദേശീയ രാഷ്ട്രീയത്തിലും ചെങ്കുടികളുടെ നിറം മങ്ങി. 2014-ലെ മോദി തരംഗത്തിൽ കേരളത്തിന്റെ ബലത്തിൽ 2 അക്കം തൊട്ടെങ്കിലും 2019-ൽ അത് പകുതിയായി കുറഞ്ഞു. സ്വതന്ത്രമായ ശക്തിയും കമ്മ്യൂണിസ്റ്റ് ഐക്യവും മതേതര ജനാധിപത്യ പാർട്ടികളോടുള്ള ഐക്യവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനുള്ള തീരുമാനവുമായാണ് ഇത്തവണ പോരിനിറങ്ങിയതെങ്കിലും ഗുണം കണ്ടില്ല. ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് പ്രചാരണത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആയുധമായെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനായില്ല. 4 തവണ വച്ചുനീട്ടപ്പെട്ട പ്രധാനമന്ത്രി കസേര നിരസിച്ച CPIM എന്ന പാർട്ടിക്ക് ഇത്തവണ ആകെ കിട്ടിയത് 4 സീറ്റുകൾ. കനലായി കേരളത്തിൽ 1ഉം തമിഴ്നാട്ടിൽ 2ഉം എന്നതിനപ്പുറം രാജസ്ഥാനിൽ സഖ്യത്തിന്റെ ഭാഗമായി അമ്രാറാം ജയിച്ചു കയറിയത് മാത്രമാണ് ഏക നേട്ടം. CPI-ക്കും CPIM-നും 2 സീറ്റുകൾ വീതം. ഇതാണ് ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ ഇടത് പാർട്ടികളുടെ സമ്പാദ്യം. പാർലമെന്ററി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടത് പാർട്ടികളുടെ സംഘടനാ തലത്തിലുള്ള ചർച്ചകളിലാണ്. 24 ഡൽഹി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരേഷ് ഗോപി പുറത്തേക്ക് ഇറങ്ങുകയാണ്. തൃശ്ശൂരേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. മാധ്യമങ്ങൾ പ്രതികരണം ആരായുന്നുണ്ട് സുരേഷ് ഗോപിയോട്, പക്ഷേ അദ്ദേഹം അപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ചെറിയ പ്രതികരണം നടത്തിയതാണ് സുരേഷ് ഗോപി. കൂടുതൽ വിശദമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നേരെ തൃശ്ശൂരേക്ക് പോവുകയാണ് സുരേഷ് ഗോപി. വീരോചിത വരവേൽപ്പ് ഉറപ്പായും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്കൊക്കെ അപ്പുറം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ വീരോചിതമായ ഒരു സ്വീകരണം ഒരുക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അവിടെ. സ്വരാജ് റൗണ്ടിൽ വലിയ റോഡ് ഷോയോടുകൂടി സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷമാക്കാനാണ് തൃശ്ശൂർ BJP-യുടെ പ്ലാൻ. വെൽക്കം ബാക്ക് പ്രേക്ഷകർ. ഇതാ ഇവിടെ അജിത് പവാർ NDA യോഗത്തിലേക്ക് എത്തുന്നില്ല എന്നൊരു സൂചന വരുന്നുണ്ട്. ബാരാമതിയിലെ പരാജയത്തിലെ പ്രതിഷേധമാണ് കാരണം എന്നും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ സഖ്യം വീക്കാവുമ്പോൾ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ NDA ഘടകകക്ഷികളുടെ ബാർഗെയിനിങ് പവറൊക്കെ കൂടും എന്നുള്ളതിൻ്റെ ആദ്യ സൂചന അജിത് പവാർ ആ യോഗത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDF-ൽ തർക്കം രൂക്ഷം. രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും CPM നേതൃത്വത്തെ CPI അറിയിച്ചു. കേരള കോൺഗ്രസും RJD-യും സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കി. ഇതിനിടെ പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി KK ശിവരാമനും MV ശ്രേയാംസ്കുമാറും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റ് വിഭജനം LDF-ന് കീറാമുട്ടിയാവുകയാണ്. സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഘടകകക്ഷികൾ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള നിലപാട് CPIM നേതൃത്വത്തെ അറിയിച്ചു. കേരള കോൺഗ്രസിന് മറ്റ് പദവികൾ നൽകുന്നതിൽ എതിർപ്പില്ല. ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകാം. രാജ്യസഭാ സീറ്റിലെ എല്ലാ അവകാശങ്ങളും CPIക്കുള്ളതാണ്. ചില കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച സാധ്യമല്ല. ഇതങ്ങനെയുള്ള ഒന്നാണ്. കോട്ടയത്തെ തോൽവിയോടെ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരള കോൺഗ്രസ്. UDF-ൽ നിന്ന് രാജ്യസഭാ സീറ്റുമായാണ് LDF-ലേക്ക് വന്നത്. കാലാവധി കഴിയുന്ന സീറ്റിന് അവകാശം തങ്ങൾക്ക് തന്നെയെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാതിരുന്ന RJD-യെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് RJD നേതൃത്വത്തിന്റെ ആവശ്യം. കേരള കോൺഗ്രസിനും RJD-ക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അവഗണന സഹിച്ച മുന്നണിയിൽ നിൽക്കുന്നത് എന്തിനെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് KK ശിവരാമൻ രംഗത്തെത്തി. പൊതുവിൽ സാധാരണ ജനങ്ങൾ സംതൃപ്തരല്ല. ഈ ഗവൺമെൻറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ല ലഭിക്കുന്നത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അവർ അസംതൃപ്തരാണെങ്കിൽ വോട്ട് കൊടുക്കത്തില്ല. പരാജയത്തിന് കാരണം ആഭ്യന്തര വകുപ്പാണെന്ന RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ. പോലീസ് ഭരണം ജനങ്ങളെ അകറ്റിയെന്നും രൂക്ഷ വിമർശനം.
ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില രീതികൾ അതൊക്കെ തന്നെ അവലോകനം ചെയ്യേണ്ട ഒന്നാണ്. സാധാരണ നിഷ്പക്ഷരായ ജനങ്ങളുടെ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇനി മുന്നണിയിലെ വോട്ടിനെ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് കേരളത്തിൽ ഒതുങ്ങിയതിന് പിന്നാലെ വോട്ട് കണക്കിലും LDFന് വലിയ തിരിച്ചടിയാണ്. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു. നിയമസഭാ മണ്ഡലങ്ങളിൽ 18 മാത്രമാണ് മുന്നിലെത്താനായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമല്ലെന്ന് CPIM ആവർത്തിക്കുമ്പോഴാണ് വോട്ട് കണക്കുകൾ ചോദ്യചിഹ്നമാകുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 111ലും UDF ആണ് കൂടുതൽ വോട്ട് നേടിയത്. നിലവിൽ 99 സീറ്റുള്ള LDFന് 18 മാത്രമാണ് മേൽക്കൈ ലഭിച്ചത്. 11 BJP മുന്നിലെത്തിയെന്നതും LDFന് കനത്ത തിരിച്ചടിയായി. തൃശൂരിൽ 6ഉം തിരുവനന്തപുരത്ത് 3ഉം ആറ്റിങ്ങലിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ലീഡ് നേടിയത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP ഒപ്പത്തിനൊപ്പമുണ്ട്. UDFിൽ നിന്ന് BJP സീറ്റൊന്നും പിടിച്ചതുമില്ല. LDFിൽ നിന്ന് UDF പിടിച്ചത് 70 സീറ്റുകളാണ്. പാറശാല, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ചിറയൻകീഴ്, ചെങ്ങന്നൂർ, ദേവികുളം, ഉടുമ്പൻചോല, വടക്കാഞ്ചേരി, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ LDFന് വോട്ട് ചോർച്ചയുണ്ടായി. UDF 41 സീറ്റ് നിലനിർത്തിയപ്പോൾ LDF നിലനിർത്തിയത് 18 സീറ്റുകൾ മാത്രം. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും CPMന് തിരിച്ചടി നേരിട്ടു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും UDF കത്തിക്കയറി. 24 തിരുവനന്തപുരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ മാസം 16 മുതൽ ചേരും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്നതും നേതൃയോഗത്തിൽ ചർച്ചയാണ്. ഒറ്റ സീറ്റിലൊതുങ്ങിയ 2019 ആവർത്തിക്കുകയായിരുന്നു ഇക്കുറിയും. സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ ആലത്തൂരിലൊഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കാലിടറി. CAA അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങളും നേട്ടമുണ്ടാക്കിയില്ല. തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് ചേരും. CPIMന്റെ അടിത്തറയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്നും തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾക്കൊരു സമരസമിതി നഷ്ടപ്പെട്ടില്ല. പരാജയമുണ്ടാവും, അത് വിജയം ഉണ്ടാവും. നല്ലതുപോലെ ഞങ്ങളിത് പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. മന്ത്രിസഭാ പുനഃസംഘടനയും CPIMന്റെ പരിഗണനയിലുണ്ട്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം ചുമതല നൽകണമോ പുതിയ മന്ത്രിയെ കൊണ്ടുവരണമോ എന്നതടക്കമുള്ള കാര്യങ്ങളും നേതൃയോഗങ്ങളുടെ പരിഗണനയ്ക്ക് വരും. ബാലുശ്ശേരി MLAയും യുവനേതാവുമായ KM സച്ചിൻ ദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരുടെ പേര് നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. തരൂർ MLA PP സുമോദ്, കുന്നത്തുനാട് MLA PV ശ്രീനിജൻ എന്നിവരും പരിഗണിക്കപ്പെട്ടേക്കാം. പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചും CPIM ഗൗരവമായി ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ 3ാം സ്ഥാനത്തായത് കോൺഗ്രസിന് തലവേദനയാകുന്നു. ജില്ലാ നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കിയ K മുരളീധരനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ ശ്രമം തുടങ്ങി. ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതും സംഘടനയിൽ ഉയർന്ന പദവി നൽകുന്നതടക്കം പരിഗണനയിൽ ഉണ്ട്. തൃശൂരിൽ സംഘടനാ സംവിധാനത്തിന്റെ ആകെ പരാജയമാണ് K മുരളീധരന്റെ തോൽവി. പൊതുരംഗത്ത് നിന്ന് താത്കാലികമായി മാറി നിൽക്കുമെന്ന കടുത്ത തീരുമാനത്തിലാണ് K മുരളീധരൻ. അനുനയിപ്പിക്കാൻ പല വഴികൾ തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചനയിലാണ്. എന്നാൽ ഉറച്ച വിജയസാധ്യതയില്ലാതെ K മുരളീധരൻ വഴങ്ങുമോ എന്നതാണ് പ്രതിസന്ധി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ അതുവഴി ലോക്സഭയിലേക്ക് K മുരളീധരനെ എത്തിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. K മുരളീധരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമായി. തൃശൂരിൽ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയാണെന്നും പരാതികൾ പരിശോധിക്കുമെന്നും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ മുരളീധരൻ. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായിട്ട് പറഞ്ഞിട്ട് ആണ് അദ്ദേഹവും സമ്മതിച്ചിട്ടാണ് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ പരാതികൾ എന്താണെന്ന് പാർട്ടി കേൾക്കേണ്ടതാണ്. തന്നെയുമല്ല, K മുരളീധരൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഉമ്മൻചാണ്ടി കൊണ്ടാണ് വടകര നിൽക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നേമത്ത് നിൽക്കാൻ പറഞ്ഞു.
ആ ഉത്തരവാദിത്തമെല്ലാം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ മുന്നിൽ തന്നെ നിർത്തി ഉള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട്. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം കെ മുരളീധരൻ പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂരും രാജ്മോഹൻ ഉണ്ണിത്താനും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കൾ കെ മുരളീധരനോട് നേരിട്ട് സംസാരിച്ചുവെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. കെ മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട ആളല്ലെന്ന് കെ സുധാകരൻ. മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കും. തൃശൂർ DCCയോട് വിശദീകരണം തേടുമെന്നും കെ സുധാകരൻ പറഞ്ഞു. മുരളീധരനെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും കെ സുധാകരൻ പറയുന്നു. തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. അതിനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കണം. പാർട്ടി അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നു, അന്വേഷിക്കും, എല്ലാ വസ്തുതകളും അന്വേഷിക്കും. എന്തു പറ്റിയെന്ന് പാർട്ടി വിലയിരുത്തും. തിരുത്തിപ്പോകാൻ സാധിക്കുന്നതാണെങ്കിൽ തിരുത്തിപ്പോകും. അതല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു തീരുമാനം കൈക്കൊള്ളും. കോൺഗ്രസ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രചാരണത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയുണ്ടായി, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തെറ്റ് തിരുത്തും. CPM-മായി ഡീലുണ്ടാക്കിയാണ് BJP ജയിച്ചതെന്നും ജോസ് വള്ളൂർ പറയുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇങ്ങനൊരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാനാവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് അദ്ദേഹം ജയിക്കാനിടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ്. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് CPM-മായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരെയും ആലത്തൂരെയും പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയാണ് പ്രതിഷേധം. ആലത്തൂരെ പരാജയത്തിന് കാരണം സ്ഥാനാർത്ഥിയുടെ പിഴവുകളാണെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ തുറന്നടിച്ചു. പിഴവുണ്ടെങ്കിൽ നേരത്തെ പറയണമായിരുന്നു എന്നാണ് രമ്യ ഹരിദാസിന്റെ മറുപടി. UDF 18 സീറ്റുകൾ നേടിയെങ്കിലും തൃശൂരിൽ 3-ാം സ്ഥാനത്തായതും ആലത്തൂരിൽ പരാജയപ്പെട്ടതും കോൺഗ്രസിൽ വൻ വിവാദത്തിനാണ് വഴിവെച്ചത്. തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. TN പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുമാണ് പോസ്റ്റർ. ഇരു നേതാക്കൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തി. DCC ഓഫീസിന് മുന്നിലായിരുന്നു വാർത്താ സമ്മേളനം. അരിമ്പൂർ പഞ്ചായത്തിൽ പര്യടനം നടക്കുമ്പോൾ ആ അരിമ്പൂർ പഞ്ചായത്തിലെ പര്യടനത്തിൽ നിന്ന് കെ മുരളീധരന് ഇറങ്ങിപ്പോണ്ടി വരികയാണ്. ആളില്ല. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയല്ലല്ലോ. അപ്പൊ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണോ പറയുന്നത്? യൂത്ത് കോൺഗ്രസ് വിവാദത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് PC വിശ്വനാഥ് MLA ആവശ്യപ്പെട്ടു. പാലക്കാട്ടെ തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് കോൺഗ്രസിന് ആലത്തൂരിലെ തോൽവി. കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കും മുൻപേ വീഴ്ച പറ്റിയത് സ്ഥാനാർത്ഥിക്കാണെന്ന് ജില്ലാ നേതൃത്വം വിമർശിച്ചു. മുതിർന്ന നേതാക്കൾ നൽകിയ നിർദ്ദേശങ്ങൾ പലപ്പോഴും രമ്യ ഹരിദാസ് പാലിച്ചിരുന്നില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. സംഘടന കുറവല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സംഘടനയുടെ ശക്തി കുറവ് കൊണ്ടല്ല അവിടെ തോറ്റത്. ചില കാര്യങ്ങളിൽ അവർ തിരുത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസം. വിമർശനങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടിയിരുന്നത് പാർട്ടി യോഗത്തിലാണെന്ന് രമ്യ ഹരിദാസ്. അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയുക. ഒറ്റയ്ക്ക് നിന്നാലും തനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പറഞ്ഞു. കോൺഗ്രസ് വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും AV ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. 24 പാലക്കാട്, തൃശൂർ. അതേസമയം മുസ്ലിം ലീഗുമായുള്ള ഭിന്നതയിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന് സമസ്ത മുഷാവറ അംഗം ഉമ്മർ ഫൈസി മുക്കം. CPM-ന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യ മുന്നണി ജയിക്കണമെന്നാണ് പറഞ്ഞതെന്നും ഉമ്മർ ഫൈസി തിരുത്തി. സമസ്ത മുഷാവറ യോഗം കോഴിക്കോട് പുരോഗമിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെയും UDF-ന്റെയും മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ലീഗുമായുള്ള തുറന്ന പോര് അവസാനിപ്പിക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം. സമസ്ത ഒരു ഘടകയായില്ല എന്നാണ് വിമർശിക്കുന്നത്. സമസ്ത അങ്ങനെ ഇടപെട്ടില്ലല്ലോ, രാഷ്ട്രീയത്തിലൊന്നും ഇടപെട്ടില്ല, രാഷ്ട്രീയ പണിയല്ല, തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം ഇടപെട്ടിട്ടൊന്നുമില്ല. ആർക്ക് വോട്ട് ചെയ്താലും സമാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടതും വലുതും ഒക്കെ ഇന്ത്യ മുന്നണിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് പിന്നെ അതിൽ ആർക്ക് വോട്ട് ചെയ്താലും അവിടെ നമുക്ക് മോഡി നടക്കണം, അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് ശരിയാണ്, നമ്മളൊന്ന് പറഞ്ഞ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ശരിയാണ്.
അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ്. അത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് മുന്നോട്ട് പോകും. തീർമുണ്ടാക്കാനൊക്കെ പലരും ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ശുഭസൂചനയെന്ന് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. ഒക്കെ സന്തോഷം തന്നെ, പ്രതീക്ഷ ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവും, മനസ്സിലായി. ഇന്ത്യ മുന്നണി സജീവമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യും. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തു വന്നിരുന്നു. MV ജയരാജൻ, ഉമർ ഫൈസി മുക്കം കൂടിക്കാഴ്ചയും വിവാദങ്ങൾക്ക് വഴിവെച്ചു. സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. മുഷാവറ അംഗം മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞത് വിവാദമാകുകയും വിഷയത്തിൽ സമസ്ത വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മുഷാവറ യോഗം ഇക്കാര്യവും ചർച്ച ചെയ്യും. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്ന് പറയുകയാണ് ഫ്രാൻസിസ് ജോർജ്. ഇതിന് തമിഴ്നാട് മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ കേരളം തന്നെ ഡാം പണിയണം. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയുമാണ് ആവശ്യം. ലോക്സഭയിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കും എന്ന് പറയുകയാണ് കോട്ടയത്ത് നിന്ന് ജയിച്ച ഫ്രാൻസിസ് ജോർജ്. എന്തായാലും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ MP-മാർ നാടിന് വേണ്ടി ചെയ്യണമെന്നതിലേക്ക് ജയിച്ചവർ അവരുടെ മനസ്സിലൊരു ചിത്രം തയ്യാറാക്കി തുടങ്ങി എന്നതാണല്ലോ പ്രതികരണത്തിൻ്റെ അർത്ഥം. വെൽക്കം ബാക്ക് പ്രേക്ഷകർ. രണ്ടാം മോദി സർക്കാർ രാജിവെക്കുന്നു. പ്രധാനമന്ത്രി മന്ത്രിസഭായോഗം പൂർത്തിയായതിന് പിന്നാലെ പ്രധാനമന്ത്രി രാഷ്ട്രഭവനിലെത്തി. രാഷ്ട്രപതിക്ക് രാജി കൈമാറും. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് സാഹചര്യം ഒരുക്കാനാണ് രാജി. അത് നടപടിക്രമമാണ്. എന്തായാലും കേരള കോൺഗ്രസിന്റെ പൈതൃകം ആർക്കാണെന്ന് ഈ തെരഞ്ഞെടുപ്പോടെ തെളിഞ്ഞുവെന്ന് കോട്ടയത്തെ നിയുക്ത MP ഫ്രാൻസിസ് ജോർജ്. യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നതിനുള്ള അംഗീകാരം ഉടൻ കിട്ടും. UDFന്റെ വിലയിരുത്തൽ പോലെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. റബ്ബർ വില വർധന അടക്കമുള്ള വിഷയങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറയുന്നു. കോട്ടയത്തിന്റെ നിയുക്ത MP ഫ്രാൻസിസ് ജോർജ് എന്നോടൊപ്പം ചേരുകയാണ്. മികച്ചൊരു വിജയം നേടിക്കഴിഞ്ഞിരിക്കുന്നു. കോട്ടയംകാർക്ക് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കോട്ടയത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് റെയിൽവേ സംബന്ധമായ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിനൊരു പരിഹാരം കാര്യങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാർഷിക പ്രശ്നങ്ങൾ എടുത്താൽ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പാർലമെന്റിൽ ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. റബ്ബറിനൊരു ന്യായവില ലഭിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കിയേ പറ്റും. ഇതിങ്ങനെ ഒരു ഏറിയും കുറഞ്ഞും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തുണ്ടാകണം. കാരണം ഇത് വാണിജ്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഒരു നാണ്യവിളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ WTO, മറ്റ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഇതെല്ലാം ഇതിനെ ബാധിക്കുകയാണ്. അപ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ സംസ്ഥാനവുമായി കൂടി ചർച്ച ചെയ്ത് വേണം ഇങ്ങനെയുള്ള എഗ്രിമെന്റുകളിൽ എത്താൻ എന്നുള്ള ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ കേരള കോൺഗ്രസുകൾ ആരെന്നുള്ള ചോദ്യം വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇനി എന്താണ് കേരള കോൺഗ്രസിന്റെ ഇപ്പോൾ ഒരു അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ചിഹ്നമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്, PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ആണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും ലഭിക്കും. ഞങ്ങൾ മറ്റാരെയും കുറച്ചു കാണുകയല്ല, പക്ഷെ ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. അതിന്റെ ഒരു പൈതൃകം ഞങ്ങളാണ് പേറുന്നത് എന്നുള്ള അംഗീകാരം തീർച്ചയായിട്ടും ജനങ്ങൾ തരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. TDP ഇന്ത്യ മുന്നണിയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ചന്ദ്രബാബു നായിഡു. TDP NDയുടെ ഭാഗമെന്നും മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിന് ഉപാധികൾ വയ്ക്കാനാണ് TDPയുടെ നീക്കമാലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലും TDP വലിയ വിജയം നേടിയതോടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രയിൽ 25-ൽ 21 പാർലമെന്റ് സീറ്റും NDA സഖ്യം തൂത്തുവാരിയതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ കിങ് മേക്കറുടെ റോളിലാണ് ചന്ദ്രബാബു നായിഡു. നായിഡുവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ആശയവിനിമയം നടത്തിയതും അതിനാലാണ്. എന്നാൽ അഭ്യൂഹങ്ങൾ പൂർണ്ണമായി തള്ളുകയാണ് ചന്ദ്രബാബു നായിഡു. താൻ NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയുമില്ലെന്നും പ്രഖ്യാപനം. വമ്പൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ NDAയിൽ നായിഡു നിർണായക ഉപാധികൾ മുന്നോട്ട് വയ്ക്കും. ആന്ധ്രയ്ക്കു പ്രത്യേക പദവിയും ക്യാബിനറ്റിൽ സുപ്രധാന പദവികളും വിലപേശി വാങ്ങാനാണ് നീക്കം. NDA കൺവീനർ സ്ഥാനം ഉറപ്പിക്കും. സ്പീക്കർ പദവിക്കും അവകാശവാദം ഉന്നയിച്ചേക്കും. ചന്ദ്രബാബു നായിഡുവിനെ കൂടാതെ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണും NDA യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. TDPക്കു സമാനമായ ഉപാധികൾ പവൻ കല്യാണും മുന്നോട്ട് വയ്ക്കും. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ 9 രാവിലെ 11:53 അമരാവതിയിൽ നടക്കും. 4ാം തവണയാണ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ചന്ദ്രബാബു നായിഡുവിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. സത്യപ്രതിജ്ഞയ്ക്കു ശേഷമായിരിക്കും മന്ത്രിമാരെയും വകുപ്പുകളെയും തീരുമാനിക്കുക. നാരാ ലോകേഷും പവൻ കല്യാണും
TDP ജനസേന സർക്കാരിന്റെ നിർണായക സ്ഥാനങ്ങൾ അലങ്കരിക്കും. ഇന്ത്യ മുന്നണിയിലേക്കെന്ന അഭ്യൂഹം പൂർണ്ണമായി തള്ളുകയാണ് ചന്ദ്രബാബു നായിഡു. താൻ NDAയുടെ ഭാഗമെന്നും ഡൽഹിയിലേക്ക് പോകുന്നത് NDA യോഗത്തിൽ പങ്കെടുക്കാനെന്നും ചന്ദ്രബാബു നായിഡു അസന്നിഗ്ധമായി പറഞ്ഞു. ഇനി അദ്ദേഹം NDAയിൽ ഏത് പൊസിഷനിലായിരിക്കും അവതരിക്കുകയെന്ന് കാത്തിരുന്നു കാണണം. ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിലെ വസതിയിൽ നിന്നും അഭിലാഷ് തൊടുവൻകോടിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24. അപ്പോൾ ക്ഷയിച്ചില്ലാതാകുമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ അപ്രസക്തിയിലേക്ക് പോരുന്ന പ്രാദേശിക പാർട്ടികൾ ചന്ദ്രബാബു നായിഡു ഒക്കെ വീണ്ടും രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വീണ്ടും വരികയാണ്. അതൊരു തരത്തിൽ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും ഫെഡറലിസത്തിൻ്റെ ഭംഗിയും ഒക്കെയാണ്. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഉടൻ രാജിവെക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ വസതിയിലെത്തി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. രാധാകൃഷ്ണൻ ചേരുന്നു. ആർക്കെ, ഈ രാജി അത് എന്താണ് സ്വാഭാവിക നടപടിക്രമമല്ലേ? സർക്കാർ രൂപീകരണ ചർച്ചയെക്കുറിച്ച് എന്താണ് ആലോചന? ഈ TDP JDU പോലെയുള്ള സഖ്യകക്ഷികളെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരില്ലേ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ? ആർക്കെ? തീർച്ചയായിട്ടും ഹാഷ്മി, സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ നിർവാഹമുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്താനും അവരെ വിശ്വാസത്തിലെടുക്കാനും ഉള്ള തീരുമാനമാണ് അല്പം മുമ്പ് അവസാനിച്ച BJPയുടെ നേതൃയോഗം കൈക്കൊണ്ടത്. അതിനെ തുടർന്ന് BJPയുടെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ധാരണയിലെത്തുകയും ചെയ്തു. തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ രാജി സമർപ്പിക്കാനായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് അദ്ദേഹം രാജി കൈമാറും. രാജി കൈമാറുന്നത് ഈ മൂന്നാം അല്ലെങ്കിൽ പുതിയ സർക്കാരിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സാങ്കേതികമായിട്ടുള്ള നടപടി ക്രമങ്ങളാണ്. അതിനുശേഷം കാവൽ സർക്കാരായിട്ട് തുടരും. അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നത് വരെ. ഇന്ന് വൈകിട്ടാണ് രാഷ്ട്രപതി ഇപ്പോൾ ഈ കാലാവധി അവസാനിക്കുന്ന മന്ത്രിസഭയുടെ അംഗങ്ങൾക്ക് അത്താഴ വിരുന്ന് നൽകുന്നത്. അതിനുശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ചേരുന്ന NDAയുടെ യോഗം പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അതനുസരിച്ചിട്ട് ഈ കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് പിന്തുണ കത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പിന്തുണ കത്ത് കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രപതി പുതിയ സർക്കാർ ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദിയെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നത്. തുടർന്നായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത്. സത്യപ്രതിജ്ഞ സംബന്ധിച്ചിട്ടുള്ള തീയതി അടക്കമുള്ള കാര്യങ്ങളിലും ഏതാണ്ട് വ്യക്തതയായിട്ടുണ്ട്. എന്നാൽ അതിൽ അന്തിമ പ്രഖ്യാപനം നടക്കുക വൈകിട്ടത്തെ NDA യോഗത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് 8-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനായിട്ട് പോകുന്നത്. എല്ലാ പ്രധാന BJP നേതാക്കളെയും ഒപ്പം ഘടകകക്ഷി നേതാക്കളെയും അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാകും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഒഴിയുന്നതിന്റെ ഭാഗമായിട്ട് രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്നു. BJPയും ഇന്ത്യ സഖ്യവും ഒക്കെ ഇനി ഏതെങ്കിലും തരത്തിലൊക്കെ ആര് ഭരിച്ചാലും ഇനി അടുത്ത 5 വർഷം രാജ്യം ആര് ഭരിച്ചാലും സഭയിൽ അതിശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ലോക്സഭയിൽ പ്രാതിനിധ്യമുള്ള ഘടകകക്ഷികളെ മാത്രം മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചാൽ മതി എന്നൊക്കെ BJP തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്ന് UDF ഈ മാസം 12-ന് നേതൃയോഗം ചേരും. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഷാഫി ഇല്ലാത്ത പാലക്കാടാണ്, കടുക്കും എന്ന തിരിച്ചറിവ് UDF നേതൃത്വത്തിനുണ്ടോ? അശ്മി, തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനാണ് ഈ മാസം 12-ന് UDF നേതൃയോഗം ചേരുന്നത്. നിയമസഭ അന്ന് UDFന്റെ നിയമസഭാ മാർച്ചുണ്ട്. ഈ മാർച്ചിന് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും നേതൃയോഗം ചേരുക. ഈ യോഗത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പൊതുവിൽ അവലോകനം ചെയ്യും. ഒപ്പം തന്നെ തൃശ്ശൂരിലെയും ആലത്തൂർ മണ്ഡലത്തിലെയും പരാജയത്തിനുള്ള കാരണങ്ങൾ യോഗം വിലയിരുത്തും. ഒപ്പം തന്നെ ചേലക്കരയിലെയും പാലക്കാട് മണ്ഡലത്തിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. പക്ഷേ ആരെ നിർത്തണം, ഇവിടുത്തെ ഫാക്ടറികൾ എന്ത്, ഏത് തരത്തിൽ ഒരുങ്ങണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് മുരളീധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ ഘടകകക്ഷികൾ യോഗത്തിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് UDF-ൽ ഉത്തരം നൽകേണ്ടി വരും. എന്തായാലും ജൂൺ 12-ന് തിരുവനന്തപുരത്ത് UDF-ന്റെ നേതൃയോഗം ചേരും. മിന്നും വിജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയം, അതിന്റെ വിജയാഹ്ലാദത്തിൽ ഇരിക്കാതെ അടുത്ത ഇലക്ഷനിലേക്ക് കടക്കുകയാണ് UDF നേതൃത്വം. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മലയാളികൾക്ക് അഭിമാന നേട്ടം. മുഴുവൻ മാർക്കും നേടി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 4 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഒന്നാമതായി. അഖിലേന്ത്യാ തലത്തിലെ ചരിത്ര നേട്ടത്തിനൊപ്പം കേരളത്തിലെ ആദ്യ 15 റാങ്കുകളും ബ്രില്യൻസിലെ വിദ്യാർത്ഥികൾക്കാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 720-ൽ 720 മാർക്കോടെ രാജ്യത്തെ 1ാം സ്ഥാനക്കാരായത് ബ്രില്യന്റിലെ 4 വിദ്യാർത്ഥികൾ. തൃശൂർ കൊരട്ടി സ്വദേശികളായ ഡോക്ടർ രാജേഷ് എസിന്റെയും ഡോക്ടർ ദീപാകൃഷ്ണന്റെയും മകൻ ദേവദർശൻ, കണ്ണൂരിലെ ഡോക്ടർ ദമ്പതികളായ ഷർമിൾ ഗോപാലിന്റെയും പ്രിയ PGയുടെയും മകൻ ശ്രീനന്ദ് ഷർമിൾ, കൊല്ലം അടിച്ചനല്ലൂർ സ്വദേശിയായ വാട്ടർ അതോറിറ്റി റിട്ടയർ ഉദ്യോഗസ്ഥൻ വിജയകുമാറിന്റെയും സ്കൂൾ പ്രിൻസിപ്പൽ ജയയുടെയും മകൻ അഭിഷേക് VJ, കോഴിക്കോട് ചേവായൂരിലെ ഡോക്ടർ ദമ്പതികളായ സുനിൽ പ്രസാദ് RSന്റെയും വിനീത VSന്റെയും മകൻ അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് 1ാം റാങ്ക് പങ്കിട്ടത്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള ആദ്യ 15 റാങ്കുകളും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 715 മാർക്കിന് മുകളിൽ നേടിയ 15 വിദ്യാർത്ഥികളും 700-ന് മുകളിൽ സ്കോർ ചെയ്ത 190 വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ മെഡിക്കൽ പഠനത്തിന് അവസരം ഉറപ്പിച്ചിരിക്കുകയാണ്. 24 കോട്ടയം. 3ാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കുമെന്നാണ് സൂചന. നാളെ നരേന്ദ്രമോദിയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയാൻ കഴിയും. നേരത്തെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിലൊരു കേന്ദ്രമന്ത്രി നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉച്ച വാർത്തായാത്ര തൽക്കാലം തീരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണുക വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്.